ഇതിപ്പോൾ ഒരു അവസരവാദപരമായ സമീപനമാണ് CPM എടുക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ഇടതുപക്ഷത്തിന്റെ പൊതുനയം. അതെ. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ദയനീയമായി ആ തന്ത്രം പരാജയപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിച്ചു. ഒരു തരത്തിലും ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഭൂരിപക്ഷ വോട്ടുകളും കിട്ടിയില്ല. രണ്ടും പോയി. അല്ല, അവിടെയാണ് അവരുടെ പ്രശ്നം. ന്യൂനപക്ഷ പ്രീണനം നടത്തിയതിന്റെ ഭാഗമായി അവർക്ക് സ്ട്രോങ് ആയി നിന്നിരുന്ന വോട്ട് ബാങ്ക് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അയ്യപ്പ സംഗമം അടക്കമുള്ള പരിപാടികൾ നടത്തി അവർ ആ വിഭാഗങ്ങളെ കൂട്ടത്തിൽ ഞാൻ അതിലേക്കാണ് വരുന്നത്. താങ്കൾ പറഞ്ഞ അതേ ട്രാക്കിലാണ് ഞാനും വരുന്നത്. അതിനുശേഷം പെട്ടെന്നൊരു മലക്കം മറിച്ചില്ല. ഒരു ഭൂരിപക്ഷ പ്രീണനം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു. മുസ്ലിം ലീഗിനെ അല്ല വിമർശിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇത്രയും നാൾ മുസ്ലിം ലീഗിനെ മുന്നണിയിൽ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമവും, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല, മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്നെല്ലാം പരസ്യമായി പ്രഖ്യാപിച്ച CPM നേതാക്കൾ വൺ ഫൈൻ മോർണിംഗ്, ഒരു സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിനെ ആക്രമിക്കുക. മുസ്ലിം ലീഗ് എന്നിട്ട് അവർ മാത്രമല്ല, അവരുടെ ഇൻസ്ട്രുമെന്റായി പ്രവർത്തിക്കുന്ന ചില ആളുകളെ കൊണ്ടുകൂടി മുസ്ലിം ലീഗിനെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാം. അത് മുസ്ലിം ലീഗിനെ അല്ല അറ്റാക്ക് ചെയ്യുന്നത്, അല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. വേറെ ചില ആളുകളെ കൊണ്ട് ക്രൈസ്തവ ആളുകളെ അറ്റാക്ക് ചെയ്യാം. ഇതിന്റെ ഇടയിൽ BJPയുടെ ഒരു അജണ്ടയുണ്ട് കേരളത്തിൽ. BJP തോക്കുമ്പോൾ അവരുടെ അനാലിസിസ്, BJP തോക്കുന്നത് എന്തുകൊണ്ടാണ്? BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് BJPയെ പരാജയപ്പെടുത്താൻ ഒന്നുകിൽ LDF വോട്ട് ചെയ്യും, അല്ലെങ്കിൽ നല്ല കാൻഡിഡേറ്റ് UDFന്റെ ആണെങ്കിൽ UDF വോട്ട് ചെയ്യും. അവർ തോറ്റുപോകും. അവരത് മനസ്സിലാക്കിയിട്ട് ന്യൂനപക്ഷങ്ങളെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. ഒരു മുസ്ലിം ക്രൈസ്തവ വിഷയമുണ്ടാക്കാൻ പല വിഷയങ്ങളിലും വളരെ വലിയ ഇടപെടൽ നടത്തി, മുനമ്പം വിഷയത്തിലടക്കം. പക്ഷെ അത് വളരെ ദയനീയമായ വിധം പരാജയപ്പെട്ടതല്ല വിഷയം. ഈ വിഭജനം നടത്താൻ വേണ്ടി BJP ശ്രമം നടത്തുമ്പോൾ ആ BJPയുടെ ശ്രമത്തിന് മുഴുവൻ കൊട പിടിച്ചു കൊടുത്തു ആര്? CPM. കാരണം CPMന്റെ ഒരു അജണ്ടയുണ്ട്. അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായി കോൺഗ്രസിനും UDFനും കിട്ടുന്ന വോട്ടുകൾ അത് കുറച്ച് BJPക്ക് പോയാലും ആദ്യത്തെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് CPM ആണ്. അപ്പോൾ അവർ മുനമ്പം വിഷയങ്ങളൊക്കെ തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയതിൽ വലിയൊരു പങ്ക് CPMനും ഈ ഭരണകൂടത്തിനുണ്ട്. അത് കാരണം ആ BJPയുടെയും സംഘപരിവാറിന്റെയും ആ രാഷ്ട്രീയ കൗശലം അത് നടപ്പായാൽ അതിന്റെ ആദ്യത്തെ ലാഭം കിട്ടുന്നത് CPMനാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്.